ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ക്രീമൊന്നും കിട്ടിയില്ലെങ്കിൽ വീട്ടിലെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 എഗ്ഗാണ് എടുക്കുന്നത്. നമുക്കൊരു ബൗളിലേക്ക് ഈ എഗ് വൈറ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എല്ലാം എടുക്കേണ്ട ആവശ്യമില്ല, എഗ് വൈറ്റ് മാത്രം മതി. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊടിക്കാത്ത ഷുഗർ വേണം എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. അതൊരു 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ അടിയിൽ വെച്ച ഈ പാത്രത്തിലത്തെ വെള്ളം ഒരു കാൽ ഭാഗം മാത്രമേ പാടുള്ളൂ. ഈ മുകളിൽ വെച്ച പാത്രം ആ വെള്ളത്തിൽ ടച്ച് ചെയ്യരുത്. അതാണൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ എഗ്ഗൊക്കെ കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു കുക്കിംഗ് പരുവത്തിലല്ല വേണ്ടത്. നമുക്കൊരു ഈ ഷുഗറൊക്കെ മെൽറ്റായി കിട്ടണം. മെൽറ്റായിട്ട് ഒരു ഒട്ടൽ വരുന്ന ആ ഒരു പരുവത്തിൽ മാത്രമേ ആക്കിയെടുക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്കൊരു പിഞ്ചുപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഒരു പിഞ്ചുപ്പ് എടുത്താൽ മതി. ആ ഉപ്പും കൂടി ഇടുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ആ പരുവത്തിലേക്ക് ആയി കിട്ടുക കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക, ഇതുപോലെ ഒരു ഒട്ടണ പരുവം ആവുന്നുണ്ടോ. അപ്പോൾ ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു മൂടി വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുട്ടയുടെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റർ ഉണ്ടെങ്കിൽ അതാവും നല്ലത്. അല്ലെങ്കിൽ വിസ്കും സ്പൂണൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈയൊക്കെ കഴിക്കും. ഒരുപാട് ടൈം എടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാറി മാറി ചെയ്യാം. അങ്ങനെ ബീറ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ഈ എഗ് വൈറ്റൊക്കെ കളർ മാറി നല്ല വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഷോപ്പിൽ നിന്ന് മേടിക്കണ വിപ്പിംഗ് ക്രീം നല്ല വൈറ്റാണ്. അത്ര വൈറ്റല്ല ഇത്. പക്ഷെ ആ ഷോപ്പിൽ നിന്ന് മേടിക്കണ വിപ്പിംഗ് ക്രീമിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഗ്ലേസിങ് കൂടുതലാണ് ഈ ഒരു വിപ്പിംഗ് ക്രീമിന്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വീഡിയോയിൽ അറിയണ്ടോയെന്ന് അറിയില്ല, നല്ല ഒരു ഗ്ലേസിങ് ഉണ്ട്. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ടേസ്റ്റും നല്ല തന്നെയാണ്. ഷോപ്പിൽ നിന്ന് മേടിക്കണ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് തോന്നിയത്. ഞാനും ഇതുവരെ ഷോപ്പിൽ നിന്ന് വിപ്പിംഗ് ക്രീം വാങ്ങിച്ചിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഈ ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ കിട്ടാൻ വഴിയില്ല, ഷോപ്പൊന്നുമില്ല, പിന്നെ വിപ്പിംഗ് ക്രീം സ്റ്റോക്കില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു, ശരിയാവുമോ, ടേസ്റ്റ് കിട്ടുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണതാവും നല്ലത്. വിപ്പിംഗ് ക്രീമിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു വട്ടം യൂസ് ചെയ്യാനുള്ള ക്രീമായിരിക്കില്ല അതിലുണ്ടാവുക. ഒരു പാക്കറ്റിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 കേക്ക് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ ഒരു വട്ടമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് 2 മുട്ടയുടെയും പഞ്ചസാരയുടെയും ചിലവല്ലേ ഉള്ളൂ. ആദ്യമായിട്ട് പരീക്ഷിക്കുന്നവർക്കും ഇത് നല്ലതാണ്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും. പിന്നെ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം വയ്ക്കാം. ഫ്രിഡ്ജിൽ നമുക്കൊന്ന് അടച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. വാങ്ങിക്കണ വിപ്പിംഗ് ക്രീം ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുറച്ച് ടൈം എടുത്ത് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ട് തന്നെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഇത് ശരിയാവുമോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര ഒരു ടെൻഷനൊക്കെ ആയിരുന്നു. ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കിയതാണ്. ആ പരീക്ഷണം വിജയിച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടില്ല, നല്ല ഡിസൈനൊക്കെ വരയ്ക്കണം. ആ പരുവത്തിൽ തന്നെ നമ്മുടെ ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചാടിപ്പോണൊന്നുമില്ല. ഇനി നമുക്കൊന്ന് ഡിസൈനും കൂടി വരച്ച് നോക്കാം, എങ്ങനെയുണ്ട് എന്നറിയണ്ടേ. ക്രീമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് ക്രീമാക്കി കൊടുക്കാം. അപ്പം ഞാൻ കേക്ക് ആദ്യം ഉണ്ടാക്കിയില്ല കേട്ടോ. ആദ്യം ക്രീം ശരിയായിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനൊരു പ്ലേറ്റിൽ ഡിസൈൻ വരച്ച് കാണിച്ചു തരുന്നത്. ഇനി ക്രീമില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും വിഷമമൊന്നും വേണ്ട. അപ്പോൾ 2 മുട്ടയും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.
അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോണവർക്കും അതുപോലെ ക്രീം കിട്ടാണ്ട് വിഷമിച്ചിരിക്കണവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.